UGC നെറ്റ് പേപ്പർ 2 സൈക്കോളജി. ഇന്ന് നമ്മൾ ഫസ്റ്റ് ഒരു ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോ സോഷ്യൽ ബിഹേവിയറുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. സോഷ്യൽ സൈക്കോളജിയുമായി കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് നെക്സ്റ്റ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: തന്മയ, എ സ്കൂൾ ഗോയിങ് ഗേൾ, helped a blind person crossing the road and felt happy to see smile on the blind person's face. This can be explained through. അതായത് തന്മയ എന്ന് പറഞ്ഞ കുട്ടി, അവർ സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിയാണ്. അവർ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാളെ റോഡ് ക്രോസ് ചെയ്യാൻ സഹായിച്ചു. അയാളുടെ ആ ബ്ലൈൻഡ് ഇവർക്ക് എന്ത് ചെയ്തു? സന്തോഷമായി എന്നാണ് ഇവർ പറയുന്നത്. ഇത് എന്തുമായി കണക്ട്
അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ, തന്മയ എ സ്കൂൾ ഗോയിങ് ഗേൾ ഹെൽപ്ഡ് എ ബ്ലൈൻഡ് പേഴ്സൺ ക്രോസിംഗ് ദ റോഡ് ആൻഡ് ഫെൽറ്റ് ഹാപ്പി ടു സീ സ്മൈൽ ഓൺ ദ ബ്ലൈൻഡ് പേഴ്സൺസ് ഫേസ്. അവിടെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, ഇതൊരു പ്രോ സോഷ്യൽ ബിഹേവിയറുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതിൽ പറയുന്നത് തന്മയ എന്ന് പറഞ്ഞ ഒരു സ്കൂൾ ഗോയിങ് ഗേൾ ഉണ്ട്. അവൾ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലൈൻഡ് പേഴ്സണെ ഹെൽപ്പ് ചെയ്തു, കാഴ്ചയില്ലാത്ത ഒരാളെ ഹെൽപ്പ് ചെയ്തു. അത് ആ ബ്ലൈൻഡ് പേഴ്സണിൻ്റെ മുഖത്ത് ഒരു സ്മൈലിന് കാരണമായി. ആ സ്മൈൽ കണ്ട് വരും ഹാപ്പിയായി. അപ്പോൾ ഇവിടെ എത്രയാണ് ഉദ്ദേശിക്കുന്നത്, ഈ കൺസെപ്റ്റ് എന്താണ് എന്നാണ് ചോദ്യം. ഇത് പ്രോ സോഷ്യൽ ബിഹേവിയറുമായി ബന്ധപ്പെട്ടുള്ള കൺസെപ്റ്റാണ്. ഇതിൽ 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഡിഫെൻസീവ് ഹെൽപ്പിംഗ് ഫിനോമിന, നെഗറ്റീവ് സ്റ്റേറ്റ് റിലീഫ് മോഡൽ, എംപതിക് ജോയ് ഹൈപ്പോത്തിസിസ്, റെസിപ്രോക്കൽ അൾട്രൂയിസം തിയറി. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു ഡിഫെൻസീവ് ഹെൽപ്പ്. ഫസ്റ്റ് ടോപ്പിക്ക് ഡിഫെൻസീവ് ഹെൽപ്പിംഗ് ആണ്. ഡിഫെൻസീവ് ഹെൽപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി തൻ്റെ മേധാവിത്വത്തെ, അധികാരത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് തൻ്റെ പുറത്തുള്ള ഗ്രൂപ്പിനെ ഹെൽപ്പ് ചെയ്യുന്നതിനാണ് എന്ത് പറയുക, ഡിഫെൻസീവ് ഹെൽപ്പിംഗ് എന്ന് പറയാം. അതായത് വലിയൊരു ജന്മി, ആ ജന്മി അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള കുടിയാന്മാർക്ക് എന്ത് ചെയ്യാണ്, അരി കൊടുക്കുകയാണ്, ഭക്ഷണം കൊടുക്കുകയാണ്. ഈ കുടിയാന്മാർ കൊണ്ടുവന്നിട്ടുള്ള, കൃഷി ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഭക്ഷണത്തിൽ നിന്ന്, വിഭവത്തിൽ നിന്ന് അവർക്ക് കുറച്ച് കൊടുക്കുകയാണ്. അത് ശരിക്ക് ഈ ജന്മിത്വം, മേധാവിത്വം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഹെൽപ്പാണ്. അവിടെ ഒരു അധികാരം, പദവി പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി ചെയ്യുന്ന ഹെൽപ്പിന് എന്ത് പറയും, ഡിഫെൻസീവ് ഹെൽപ്പിംഗ് ഫിനോമിന എന്ന് പറയും. അപ്പോൾ അത് ശരിക്കും എന്തല്ല ഇവിടെ സംഭവിച്ചതല്ല, അതുകൊണ്ട് അത് തെറ്റാണ്. ഇനി രണ്ടാമത്തെ നമുക്ക് നോക്കാം, നെഗറ്റീവ് സ്റ്റേറ്റ് റിലീഫ് മോഡൽ. നെഗറ്റീവ് സ്റ്റേറ്റ് റിലീഫ് മോഡൽ. നെഗറ്റീവ് സ്റ്റേറ്റ് റിലീഫ് മോഡൽ. നെഗറ്റീവ് സ്റ്റേറ്റ് റിലീഫ് മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നെഗറ്റീവ് ഫീലിങ്സിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകളെ സഹായിക്കുന്ന ടെൻഡൻസി ഉണ്ടാവും ചില ആളുകൾക്ക്. നമ്മൾ ഭയങ്കര മാനസികമായിട്ട് ടെൻഷനിലാണ്, പ്രയാസത്തിലാണ്, കുറ്റബോധത്തിലാണ്, അൺകംഫർട്ടബിളാണ്. ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ നമ്മളെ ഈ ബാഡ് ഫീലിംഗ് ഉണ്ടല്ലോ, ഇത് മറ്റുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത്, നെഗറ്റീവ് സ്റ്റേറ്റ് റിലീഫ് മോഡൽ ചെയ്യുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ദ പീപ്പിൾ ഹെൽപ്പ് അതേഴ്സ് ടു റെഡ്യൂസ് their own negative feelings. ഒരാൾക്ക് നെഗറ്റീവായിട്ടുള്ള ഫീലിങ്സ്, അതായത് പലതരത്തിലുള്ള ഫീലിങ്സ്, സാഡ്, ഗിൽറ്റി, അൺകംഫർട്ടബിൾ, അങ്ങനെ ഒരുപാട് ഗിൽറ്റ് ഫീലിങ്സ്, നെഗറ്റീവ് ഫീലിങ്സ് ഒരു വ്യക്തിക്ക് ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുക എന്ന ഉദ്ദേശത്തോടു കൂടി മറ്റുള്ള ആൾക്കാരെ സഹായിക്കുന്നതിന് നെഗറ്റീവ് സ്റ്റേറ്റ് റിലീഫ് മോഡൽ എന്ന് പറയും. അപ്പോൾ ഇതെന്താണ്, തെറ്റാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ അവിടെ നിൽക്കട്ടെ, നാലാമത്തെ നോക്കാം, റെസിപ്രോക്കൽ ആൾട്രൂയിസം തിയറി. റെസിപ്രോക്കൽ മൂന്നാമത്തതാണ് അതിൻ്റെ ആൻസർ, അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റത്തെ ഡിസ്കസ് ചെയ്യണം കേട്ടോ. നാലാമത്തത് റെസിപ്രോക്കൽ ആൾട്രോയിസം. റെസിപ്രോക്കൽ ആൾട്രോയിസം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തിരിച്ച് ഫ്യൂച്ചറിൽ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ആളുകളെ ഹെൽപ്പ് ചെയ്യുന്നതിന് എന്ത് പറയും, റെസിപ്രോക്കൽ ആൾട്രോയിസം എന്ന് പറയും. അതായത് ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ വീട്ടിൽ ഒരു ഹൗസ് വാമിങ് അല്ലെങ്കിൽ മാരേജ്
ഇതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആളുകൾ എന്ത് ചെയ്യും, നമ്മൾ മറ്റുള്ള ആൾക്കാരെ നമ്മളെ വീട്ടിൽ പല സാധനങ്ങൾ കൊണ്ടുവന്ന് തരൂലേ. നമ്മളെ നാട്ടിൽ, എൻ്റെ നാട്ടിലൊക്കെ ഒരു രീതിയുണ്ട്. ഇവിടെ എന്തെങ്കിലും എന്താണ് ഹൗസ് വാമിങ്ങിനോ വിവാഹത്തിനോ എന്തെങ്കിലും സമ്മാനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് അവരെ ഹൗസ് വാമിങ്ങിനും അതുപോലെ തന്നെ അവരെ കല്യാണത്തിനും നമ്മൾ തിരിച്ചു കൊടുക്കണം. അത് കടമയായിട്ട് കാണുന്ന ഒരു കൾച്ചർ ഉണ്ട്, പൊതുവെ എല്ലാ സൊസൈറ്റിയിലും ഉണ്ടാവും. ഇതൊരു റെസിപ്രോക്കൽ ആൾട്രോയിസ് ആണ്. അത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഹെൽപ്പ് അതേഴ്സ് വിത്ത് the expectation that they will return the favor in the future. അതായത് ഫ്യൂച്ചറിൽ ഈ ഗിഫ്റ്റ്, നമ്മൾ ഈ സഹായം തിരിച്ച് നൽകും, നമ്മൾ നൽകിയ സഹായം അവർ തിരിച്ചു നൽകും എന്ന പ്രതീക്ഷയോടുകൂടി ചെയ്യുന്ന എന്താണ് സഹായത്തിന് എന്ത് പറയും? റെസിപ്രോക്കൽ ആൾട്രൂയിസം എന്ന് പറയും. അപ്പോൾ അതും തെറ്റാണ്. പിന്നെ ഉള്ളത് എംപത്തറ്റിക് ജോയ് ഹൈപ്പോത്തിസിസ് ആണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. എംപത്തിക് ആണ് കേട്ടോ, എംപത്തിക് ഹൈപ്പോത്തിസിസ്. എംപത്തിക് ജോയ് ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ നമ്മളെന്താണ്, നമ്മൾ മറ്റാൾക്കാരെ സഹായിക്കുക എന്താണ്, ഇത് ശരിക്കും എന്താണ്, ഒരു എന്താണ് മറ്റുള്ള ആൾക്കാർ അവരുടെ പോസിറ്റീവ് ഇമോഷണൽ റിയാക്ഷൻ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ മറ്റുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നതിനെയാണിത് പറയാം എംപത്തിക് ജോയ് ഹൈപ്പോത്തിസിസ് എന്ന് പറയാം. ഞാനൊരാളെ സഹായിക്കുന്നു, അയാൾ നമ്മളോട് തിരിച്ച് സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇമോഷണൽ റിയാക്ഷൻ അവരെ ഭാഗത്ത് നിന്ന് തിരിച്ച് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതിന് എന്ത് പറയും? എംപത്തിക് ജോയ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നു. ജസ്റ്റ് ഒന്ന് എഴുതുകയാണെങ്കിൽ ഹെൽപ്പ് അതർ because we want to experience a positive emotional റിയാക്ഷൻ. അതായത് ഹാപ്പിയോ സാറ്റിസ്ഫാക്ഷനോ ജോയോ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഇമോഷണൽ റിയാക്ഷൻ അവരെ ഭാഗത്തുനിന്ന് വെൻ വി സീ ദാറ്റ് our help has improved someone else situation. നമ്മൾ മറ്റുള്ള ആൾക്കാരെ സഹായിക്കുന്ന സമയത്ത് അവർക്ക് അവരുടെ സിറ്റുവേഷനിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വരുമ്പോൾ അവർക്ക് എന്തുണ്ടാവും? അവർക്ക് പോസിറ്റീവ് ഇമോഷണൽ റിയാക്ഷൻ ഉണ്ടായിരിക്കും. അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആളെ സഹായിക്കുന്നതിന് എന്ത് പറയും? എംപത്തിക് ജോയ് ഹൈപ്പോത്തിസിസ് എന്ന് പറയും. ഇവിടെ ചോദ്യത്തിൽ തന്മയ മറ്റൊരാളെ ഹെൽപ്പ് ചെയ്തത് എന്തിൻ്റെ ബേസിലാണ്? അവരുടെ മുഖത്തുള്ള ഈ ചിരി പ്രതീക്ഷിച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ ബ്ലൈൻഡായ ആൾക്ക് എന്ത് കിട്ടി? ഒരു ഹാപ്പി, ഒരു റോഡ് ക്രോസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തപ്പോൾ അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായി. അപ്പോൾ അവർ ചിരിച്ചു. ആ ചിരി കിട്ടുന്നതിന് വേണ്ടിയിട്ട് തന്മയ ചെയ്തൊരു പ്രവൃത്തിയാണത്. അതിന് എംപത്തിക് ജോയ് ഹൈപ്പോത്തിസിസ് എന്ന് പറയും. ക്വസ്റ്റ്യനിൽ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ അതിനെ നമുക്ക് എമ്പതിക് ജോയ് ഹൈപ്പോത്തിസിസ് എന്ന് പറയാം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു ബുദ്ധിസ്റ്റ് പേഴ്സ്പെക്റ്റീവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, കേട്ടില്ല? എന്താ പറഞ്ഞത്? ഡിഫെൻസീവ് ഹെൽപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ പദവിയെ, സ്റ്റാറ്റസിനെ നിലനിർത്തുന്നതിന് വേണ്ടി മറ്റുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാം. അതായത് ഇപ്പോൾ ഒരു ജന്മിയുടെ ഉദാഹരണം എടുക്കാം. ജന്മി താഴെ തട്ടിലുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു മുതലാളി തൊഴിലാളിയെ, കാൾ മാർക്സിൻ്റെ പെർസ്പെക്റ്റീവിലൊക്കെ പറയുകയാണെങ്കിൽ മുതലാളി തൊഴിലാളിയെ ഹെൽപ്പ് ചെയ്യുന്നത് ആ മേധാവിത്വം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഔട്ട് ഗ്രൂപ്പ്, ഒരു വിഭാഗം ആളുകൾ അവർ ഇൻ ഗ്രൂപ്പിൽ അല്ലാതെ ഔട്ട് ഗ്രൂപ്പിനെ ഹെൽപ്പ് ചെയ്യുകയാണ് അവരുടെ പദവി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഒരു ബുദ്ധിസ്റ്റ് പേഴ്സ്പെക്റ്റീവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കൺസെപ്റ്റ് നോക്കാം. ബുദ്ധിസ്റ്റ് പേഴ്സ്പെക്റ്റീവ്. അക്കോർഡിംഗ് ടു ബുദ്ധിസ്റ്റ് പേഴ്സ്പെക്റ്റീവ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെൻറ്റ് കോഗ്നിറ്റീവ് ആസ്പെക്ട്സ് ഓഫ് പേഴ്സണാലിറ്റി. ഇവിടെ ഇദ്ദേഹം ഈ ബുദ്ധിസ്റ്റ് പേഴ്സ്പെക്റ്റീവ് പറയുന്നത്, ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ സാധാരണഗതിയിൽ നമുക്ക് ഈസ്റ്റേൺ സൈക്കോളജിയും വെസ്റ്റേൺ സൈക്കോളജിയും ഉണ്ട് അല്ലേ. വെസ്റ്റേൺ സൈക്കോളജി എപ്പോഴും ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് കോഗ്നിഷന്, ഇമോഷൻ, പെർസെപ്ഷൻ, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയാണ് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈസ്റ്റേൺ സൈക്കോളജിയിൽ ചർച്ച ചെയ്യുന്ന ബുദ്ധിസ്റ്റ് പേഴ്സ്പെക്റ്റീവിൽ പറയുന്ന ഒരു കൺസെപ്റ്റാണ് ഞാൻ ഇവിടെ എഴുതാം. 5 സ്കന്ധാസ്. ഇവിടെ നമ്മൾ പറയുന്നത് ഒരു വ്യക്തിക്ക് ബുദ്ധിസ്റ്റ് പേഴ്സ്പെക്റ്റീവ് പറയുന്നത് മനുഷ്യന് എന്തുണ്ട്, 5 വസ്ത്രങ്ങളുണ്ട് എന്നാണ്. ഓക്കെ, 5 വസ്ത്രങ്ങൾ 5 പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നു. ബുദ്ധിസ്റ്റ് പേഴ്സ്പെക്റ്റീവിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സെൽഫ് ഇല്ല എന്നാണ് ഇവർ പറയുന്നത്. ഇവരുടെ കൺസെപ്റ്റ് ഹിന്ദുയിസ്റ്റ് പേഴ്സ്പെക്റ്റീവും സൂഫി പേഴ്സ്പെക്റ്റീവും ഒക്കെ പറയുന്നത് ഒരു വിഭിന്നമായിട്ടുള്ള ഒരു പേഴ്സ്പെക്റ്റീവാണ്. ഇത് ആദ്യം നമ്മൾ നോട്ട് ചെയ്യണം. അക്കോർഡിംഗ് ടു ബുദ്ധിസം, ചിലപ്പോൾ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ബുദ്ധിസം, there is no പെർമനൻ്റ് സോൾ അല്ലെങ്കിൽ അൺചേഞ്ചിങ് സോൾ. അതായത് ഒരു പെർമനൻ്റ് സെൽഫ് ഇല്ല എന്നാണ് ഇവർ പറയുന്നത്. അതിന് പകരം ഇവർ പറയുന്നത് 5 സ്കന്ധാസ് ഉണ്ട് എന്നുള്ളതാണ്. 5 ഒരു കളക്ഷൻ ഓഫ് 5 കോൺസ്റ്റൻ്റ്ലി ചേഞ്ചിങ് കോമ്പണൻസ്, അതായത് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന 5 കോമ്പണൻസുകൾ. അതായത് സ്കന്ധാസ് എന്ന് പറഞ്ഞാൽ ഇതൊരു വസ്ത്രം പോലെയാണ്. ഓക്കെ, ഇത് കോൺസ്റ്റൻ്റ്ലി ചേഞ്ചിങ് കോമ്പണൻറ്റ്. ഓക്കെ, അപ്പോൾ ഇവർ പറയുന്നത് സെൽഫ് എന്ന് പറഞ്ഞാൽ ഈ 5 സ്കന്ധാസിനെയാണ് ഇവർ സെൽഫ് എന്ന് പറയാം. ഈ സ്കന്ധാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയുകയാണെങ്കിൽ 5 വസ്ത്രങ്ങളാണ്. ഇതിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ വസ്ത്രം മാറ്റുന്ന പോലെ തന്നെ ഈ മനുഷ്യൻ എന്ത് ചെയ്യും,
ഈ 5 സ്കന്ധാസ് എപ്പോഴും എന്ത് ചെയ്യും? ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഒരു പെർമനൻറ്റ് സെൽഫ്, ഞാൻ എന്ന ബോധത്തിനാണ് സെൽഫ് എന്ന് പറയാം. പെർമനൻറ്റ് സെൽഫ് ഇല്ല എന്ന് പറയുന്ന ഒരേ ഒരു വിഭാഗം വരാണ് ആരാണ്? ബുദ്ധിസ്റ്റ് പേഴ്സ്പെക്റ്റീവാണ്. ഈ 5 സ്കന്ധാസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഓരോ സ്കന്ധാസിനും ഓരോ പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ ചോദ്യം പറയുന്നത് കോഗ്നിറ്റീവ് ആസ്പെക്ട്സ് ഓഫ് പേഴ്സണാലിറ്റി ഡിസ്കസ് ചെയ്യുന്നത് ഏത് സ്കന്ധാസിലാണ് എന്നാണ്. അപ്പോൾ ഓരോ ഓരോ വസ്ത്രങ്ങളും ഓരോ ജോലികളാണ് ചെയ്യുന്നത്. അതിൽ കോഗ്നിറ്റീവ് ആസ്പെക്ട്സ് ഡിസ്കസ് ചെയ്യുന്ന ജോലി ചെയ്യുന്ന ഭാഗം ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് യൂണിറ്റ് 1 ഒരു ചോദ്യമാണ്. നമുക്ക് നോക്കാം. 5 സ്കന്ധാസ്. ഒന്നാമത്തത് രൂപ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിസിക്കലി കാണുന്ന ഫിസിക്കൽ ബോഡിക്കാണ് എന്ത് പറയുക? രൂപ, അല്ലെങ്കിൽ രൂപം എന്ന് നമ്മൾ മലയാളത്തിൽ പറയുമല്ലോ, അതിനാണ് എന്ത് പറയാം? രൂപ എന്ന് പറയാം. രൂപ, ഫോം അല്ലെങ്കിൽ മാറ്റർ. നമുക്ക് കാണാനും തൊടാനൊക്കെ കഴിയുന്ന വസ്ത്രത്തിനെയാണ് എന്ത് പറയാം? രൂപ എന്ന് പറയാം. ഇതിൽ ഇൻക്ലൂഡഡ് ആവുന്നത് നമ്മളെ പഞ്ചേന്ദ്രിയങ്ങളും അതുപോലെ തന്നെ നമ്മളെ ഫിസിക്കൽ ബോഡിയൊക്കെ ഇതിൽ വരുന്നു. ദ ഫിസിക്കൽ ബോഡി ആൻഡ് 5 സെൻസസ്, അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ പറയാം, ഫിസിക്കൽ വേൾഡ്. അതായത് ഇവിടെ ശരിക്കും മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒറ്റ ഒബ്ജക്റ്റീവായിട്ടുള്ള കാണുന്നത്. നമുക്ക് നമ്മുടെ ശരീരത്തിന് ഉള്ളിലും നമുക്ക് ചുറ്റുപാടും കാണുന്ന ഈ കാണാനും തൊടാനും പറ്റുന്ന ഒക്കെ എന്താണ്? രൂപ എന്ന പറഞ്ഞ ഭാഗത്തിൽ വരും. അതായത് എൻ്റെ ശരീരം, എൻ്റെ കൈ കാല് മാത്രമല്ല, എൻ്റെ മുമ്പിലിരിക്കുന്ന മൊബൈൽ ഫോണ്, ലാപ്ടോപ്പ്, പേന, ഇതൊക്കെ രൂപ എന്ന പാട്ടിലാണ് വരുന്നത്. ഇത് വണ്ണസ്സിനെ ഡിസ്കസ് ചെയ്യുന്ന പേഴ്സ്പെക്റ്റീവാണ് ഈസ്റ്റേൺ സൈക്കോളജിയിലുള്ളത്. അതായത് എല്ലാം ഒന്നാണ് എന്നൊരു പേഴ്സ്പെക്റ്റീവാണ് ഇതിൽ വരുന്നത്. ഈ ഈസ്റ്റേൺ സൈക്കോളജിക്കൽ പേഴ്സ്പെക്റ്റീവ് ഹിന്ദുസ് ആണെങ്കിലും ബുദ്ധിസ്റ്റ് ആണെങ്കിലും ജെയിനിസ് ആണെങ്കിലും സൂഫിസത്തിലൊക്കെ ഇതിൽ ഒരു ഒണ്ണസ് പറയുന്നുണ്ട്. എല്ലാം ഒന്നാണെന്നുള്ളൊരു പേഴ്സ്പെക്റ്റീവിലാണ് ഇതൊക്കെ വരുന്നത്. അതുകൊണ്ടാണിത് ഫിസിക്കൽ ബോഡിയും ഫിസിക്കൽ വേൾഡൊക്കെ ഒന്നായിട്ട് പറയണത്. അത് കുറച്ച് ഡീപ്പായിട്ടുള്ള ഫിലോസഫിക്കലായിട്ടുള്ള കൺസെപ്റ്റാണ്. ഇത്ര മനസ്സിലാക്കിയാൽ മതി. രണ്ടാമത്തെ നമുക്ക് നോക്കാം. രണ്ടാമത്തത് പറയുന്നത് ഫസ്റ്റ് രൂപ അല്ലേ. രണ്ടാമത്തത് വേദന. വേദന എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫീലിങ്സ് ആൻഡ് സെൻസേഷൻ ആണ്. ഫീലിംഗ്, സെൻസേഷൻ. ഇത് നമ്മുടെ സെൻസറി എക്സ്പീരിയൻസിനുണ്ടാവുന്ന ഇമോഷണൽ റിയാക്ഷൻസിനെയാണ് എന്ത് പറയാം? ഈ വേദന എന്നതുകൊണ്ട് വെച്ച്. വേദന എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വേദന ആവുക എന്ന വേദനയല്ല വരുന്നത്, ശരിക്കും ഇമോഷണൽ റിയാക്ഷനാണ്. ഹാപ്പി, പ്ലസൻറ്റ്, അൺപ്ലസൻറ്റ്, ന്യൂട്രൽ, ഇതൊക്കെ ഇതിൽ വരും. ജസ്റ്റ് എഴുതുകയാണെങ്കിൽ എന്താ? റോ ഇമോഷണൽ റിയാക്ഷൻ ടു എ സെൻസറി എക്സ്പീരിയൻസ്. ഇതിൽ പ്രധാനമായിട്ട് 3 കാറ്റഗറികൾ ഉണ്ടാവും. ഒന്നെങ്കിൽ പ്ലസൻറ്റ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അൺപ്ലസൻറ്റ്, അല്ലെങ്കിൽ ന്യൂട്രൽ. നമ്മൾ സാധാരണ ഒന്നെങ്കിൽ ഹാപ്പി ആയിരിക്കും, അല്ലെങ്കിൽ അൺഹാപ്പി ആയിരിക്കും, അല്ലെങ്കിൽ ന്യൂട്രൽ ആയിരിക്കും. ഇതൊക്കെ വേദന എന്ന് പറയുന്ന ഭാഗത്തിൽ വരുന്ന. വേദന എന്ന് പറഞ്ഞാൽ വേദന ആവുക എന്ന വേദനയല്ല അവിടെ ഉദ്ദേശിച്ചത്. അവിടെ ഫീലിങ്സ്, സെൻസേഷനൊക്കെയാണ് വരുന്നത്. അടുത്തത് സന്ന. സന്ന എന്നും പറയാറുണ്ട്. അതുപോലെ തന്നെ
സംജ്ഞ എന്നും പറയാറുണ്ട്. ഓക്കെ, പാലി ലാംഗ്വേജിൽ വരുന്ന, പാലി സംസ്കൃത ഭാഷകളിൽ നിന്ന് എടുത്തിട്ടുള്ള വാക്കുകളാണ് സംജ്ഞ. ഓക്കെ, ഇതിൽ പറയുന്നത് മെയിനായിട്ട് നമ്മൾ കൊഗ്നിഷൻ ആൻഡ് പെർസെപ്ഷൻ, ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. പെർസെപ്ഷൻ നമ്മൾ നമ്മുടെ എന്താണ് പല കാര്യങ്ങളും റെക്കഗ്നൈസ് ചെയ്യുന്നത്, പേര് നൽകുന്നത്, അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് പറയുകയാണ് കൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, പഴയ കാലത്തെ ഓർമ്മകൾ ഓർത്തെടുക്കുന്നത്, ഇതൊക്കെ സംജ്ഞ എന്ന വാക്കിൽ നിന്ന് വരുന്നതാണ്. അല്ലെങ്കിൽ എന്താണ് സന്ന എന്ന വാക്കിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, സാധാരണഗതിയിൽ സന്ന എന്ന വാക്കാണ് യൂസ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ് നമ്മൾ കോഗ്നിറ്റീവ് പാർട്ട് ഓഫ് നമ്മുടെ ശരീരത്തിലെ ഒരു ഭാഗം സംജ്ഞ അല്ലെങ്കിൽ സന്നയാണ്. മൈൻഡ് റെക്കഗ്നൈസിങ് നെയിമിങ് ആൻഡ് കൺസെപ്ച്വലൈസിങ് things based on past experience അല്ലെങ്കിൽ past memory. അതായത് നമ്മൾ ചുറ്റുപാടും കാണുന്ന കാര്യങ്ങൾ കാണുക, തിരിച്ചറിയാം, ഇതൊക്കെ നമ്മൾ സന്ന എന്ന ഭാഗത്തു നിന്ന് വരാം. ഉദാഹരണമായിട്ട് ഞാനിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു നായയെ കണ്ടു. അപ്പോൾ നായയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് എന്തിൻ്റെ ബേസിലാണ്? സന്ന എന്ന് പറഞ്ഞ പെർസ്പെക്റ്റീവാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ശരിക്കും സന്നയാണ്. അപ്പോൾ നമ്മൾ 3 ഡിസ്കസ് ചെയ്തിട്ട് ബാക്കി കൂടെ പറയാം. അടുത്താണ് 4 സൻഗര. സൻഗര എന്ന് പറഞ്ഞാൽ മെൻ്റൽ ഫോർമേഷനെയാണ് എന്താ പറയുക സൻഗര എന്ന് പറയുന്നത്. മെൻ്റൽ ഫോർമേഷൻ. മെൻ്റൽ ഫോർമേഷനോട് ഉദ്ദേശിക്കുന്നത് നമുക്ക് എന്താ, നമുക്ക് പലതരത്തിലുള്ള ആക്ടിവിറ്റീസ്, ഹാബിറ്റ്സ്, ബയാസ്, ഇത് നമ്മൾ എന്താണ്, ഇത് നമ്മൾ എന്ത് ചെയ്യും, എന്താണ് പ്രവർത്തനത്തിലേക്ക് നയിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. നമ്മൾ ഉദാഹരണമായിട്ട് ഞാൻ എന്താണ് ബിരിയാണി കണ്ടപ്പോൾ ഞാൻ നന്നായി തിന്നു, അതെനിക്ക് ബിരിയാണി ഇഷ്ടമായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ എന്താണ്, ഞാൻ എല്ലാ ദിവസവും ഓടാൻ വേണ്ടി പോകുന്നു, ഒരു ബിഹേവിയർ ആണല്ലോ. ആ ബിഹേവിയർ എന്തിൻ്റെ ബേസിലാണ്? അത് ഈ സൻഗര എന്ന മെൻ്റൽ ഫോർമേഷൻ്റെ ബേസിലാണ്. ആളുകളോട് ഞാൻ വിവേചനം കാണിക്കുകയാണെന്ന് കരുതുക, അത് ഈ മെൻ്റൽ ഫോർമേഷൻ്റെ ബേസിലാണ്. ഓക്കെ, അപ്പോൾ ഈ മെൻ്റൽ ഫോർമേഷൻ്റെ ബേസിലാണ് ആൾക്കാരുടെ ബിഹേവിയർ വരുന്നത്. മെൻ്റൽ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഹാബിറ്റ്സ്, ആക്ടിവിറ്റീസ് ഇവിടെ എഴുതാം, ഹാബിറ്റ്സ്, അതുപോലെ ബയാസ്, അതുപോലെ ഇമ്പൾസസ്, ദാറ്റ് ട്രിഗർ ആൻ ആക്ഷൻ അല്ലെങ്കിൽ കർമ്മ. കർമ്മത്തിൻ്റെ എന്താണ് ബാക്കിലുള്ള സോഴ്സ് ഈ സങ്കര എന്ന് പറഞ്ഞ സോഴ്സാണ്. ഒരു മെൻ്റൽ ഫോർമേഷൻ്റെ ബേസിലാണ് നമ്മളെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതാണ് സങ്കര എന്ന് പറയുന്നത്. അടുത്തതാണ് ഒരു പേജ് കൂടെ. സങ്കരം. അടുത്തതാണ് 5ാമത്തത് 5.
വിനാന വിനാന ഇത് കോൺഷ്യസ്നെസ്സുമായി കണക്ട് ചെയ്തതാണ്. കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ്, നമ്മുടെ ആ പ്രസൻറ്റ് മൂമെൻറ്റിനെ കുറിച്ചുള്ള അവെയർനെസ്. നമ്മൾ ഇപ്പോൾ നമ്മൾ ബോധം എന്ന് പറയലോ. ഇപ്പോൾ നമ്മൾ ബോധവാനാണ്. നമ്മളിപ്പോൾ ഈ പ്രവർത്തിക്കുന്നത്, ഞാനിപ്പോൾ ഒരു ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട് എന്ന ബോധത്തിലാണല്ലോ ഞാൻ പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ വ്യക്തിയും പ്രസൻറ്റ് മൂമെൻറ്റിൽ നിന്നുണ്ടാവും, അവർക്കൊരു ബോധം ഉണ്ടാവും. അതിനനുസരിച്ചാണ് എന്ത് ചെയ്യുക, അവരെ പ്രവർത്തനങ്ങൾ വരാം. ഇപ്പോൾ കോളേജിലേക്ക് പോകുന്ന സമയത്ത് നമ്മളെ പെരുമാറ്റ രീതി വ്യത്യസ്തമായിരിക്കും. നമ്മുടെ ഫാമിലിയുടെ കൂടെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളെ പെരുമാറ്റ രീതി വ്യത്യസ്തമായിരിക്കും. നമ്മളെ മക്കളെ കൂടെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളെ പെരുമാറ്റ രീതി വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അത് ശരിക്കും നമ്മൾ ആ സാഹചര്യത്തോടുള്ള പ്രസൻറ്റ് മൂമെൻറ്റിനോടുള്ള അവെയർനെസ്സാണ്. അതിൻ്റെ അനുസരിച്ചാണ് നമ്മൾ ബിഹേവിയർ വരുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പ്യുവർ അവെയർനെസ്. That a sensory object is present before processing it. ഇതാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതാണ് വരുന്നത്. ഈ അടുത്ത കൺസെപ്റ്റിലേക്ക് നമുക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് തിരിച്ചു വന്നില്ല. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? കോഗ്നിറ്റീവ് ആസ്പെക്ട്സ് ഏതാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് പറഞ്ഞത് രൂപ എന്ന് പറയുന്നത് ശരിക്കും എന്താണ്, നമ്മളെ ഫിസിക്കൽ ബോഡിയുമായി കണക്ട് ചെയ്തിട്ടുള്ളതാണ്. രണ്ടാമത് എന്താണ്, വേദന എന്ന് പറയുന്നത് നമ്മളെ ഇമോഷൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ അടുത്തത് വരുന്നത് എന്താണ്, സുഖ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതിൽ തന്നെ വരുന്നതല്ല, ഇതിൽ വരുന്ന സാധനം തന്നെ അല്ല. നമ്മൾ ഈ 5 വരുന്ന ഒരു കൺസെപ്റ്റ് അല്ല സുഖ എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പോൾ അതല്ല. പിന്നുള്ളത് സന്ന എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. സന്ന എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക, കോഗ്നീഷൻ. അപ്പോൾ ഇതിൽ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ഓപ്ഷൻ 2 ആണ് സന്ന. അപ്പോൾ ഇത് ഓക്കെയാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഇതൊക്കെ എന്താണ്, ഈസ്റ്റേൺ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റുകളാണ്. ഇത് ശരിക്ക് ആഴത്തിൽ മനസ്സിലാക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ. ഇനി യോഗയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കൺസെപ്റ്റാണ് യോഗ. ഇത് നോക്കാം. ഇൻ യോഗ 3 ലെവൽസ് ഓഫ് ഫങ്ഷനിങ് ഇൻ സിത്ത, അതായത് ഫങ്ഷണൽ മൈൻഡ് ഈസ് ഡിസ്റ്റിങ്വിഷ്ഡ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ലെവൽ റെപ്രസെൻറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിവിജ്വലിസം? ഇവിടെ ശരിക്കും ഇത് ഡിസ്കസ് ചെയ്യുന്നത്, ഈ കൺസെപ്റ്റ് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് യോഗ ഫിലോസഫിയുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റിലാണ്. യോഗ ഫിലോസഫി.
ഇവിടെ യോഗ ഫിലോസഫിയുടെ കൺസെപ്റ്റ് പ്രകാരം ഫങ്ഷണൽ മൈൻഡിന് ഒരു പേര് പറയുന്നുണ്ട്. ഫങ്ഷണൽ മൈൻഡ്. സിത്ത എന്നാണ് ഇതിന് പറയാം. സിത്ത. ഫങ്ഷണൽ മൈൻഡിന് സിത്ത എന്ന് പറയും. ഇത് 3 ലെവലിലാണ് എന്ത് ചെയ്യാം, ഇത് ഓപ്പറേറ്റ് ചെയ്യാം. ഇറ്റ് ഹാസ് 3 ലെവൽ, അല്ലെങ്കിൽ ഓപ്പറേറ്റ്സ് ഇൻ 3 ലെവൽസ്. 3 വെൽസ്. ഇതിന് 3 ലെവലുകളുണ്ട്. ഓരോ ലെവലുകളും നമുക്ക് നോക്കാം. ഓക്കെ, ഇതിൽ ഏത് ലെവലിലാണ് ഇൻഡിവിജ്വലിസം, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഡിവിജ്വേഷൻ എന്ന കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഏത് ലെവലിലാണെന്നാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഡിവിജ്വേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐ, മീ, അതുപോലെ തന്നെ മൈൻ എന്നീ പറയുന്ന കൺസെപ്റ്റുകളൊക്കെ വരുന്ന പാർട്ടിനെയാണെന്ന് ഇൻഡിവിജ്വേഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് ഏത് പാർട്ടിലാണെന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, 3 പാർട്സുകളും ഡിസ്കസ് ചെയ്യാം. ഇനി ഇവിടെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, യോഗ അല്ലെങ്കിൽ യോഗ ട്രഡീഷൻ അനുസരിച്ച് നമ്മൾ ശരീരം മൈൻഡ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ യൂണിഫൈഡ് പാർട്ടല്ല. ശരിക്കും യോഗ ട്രഡീഷനെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻ യോഗ ട്രഡീഷൻ അല്ലെങ്കിൽ യോഗ ഫിലോസഫി എന്നും പറയാം, mind, the mind is not viewed as a single uniform block. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മൈൻഡ് എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരു സാധനമല്ല എന്നാണ് ഇവർ പറയുന്നത്. ഇതിൽ 4 ഭാഗങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഈ 4 ലെവൽസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പാർട്ടാണ് മനസ്. ഫസ്റ്റ് പാർട്ടാണ്. ഇതിൽ നമ്മളെന്താണ്, ഇത് നമ്മളെ സെൻസറി ലോവർ മൈൻഡാണ്, ഏറ്റവും താഴെ തട്ടിലുള്ള മൈൻഡാണ്. ഇതിൻ്റെ ഫങ്ഷന് എന്താണെന്ന് വെച്ചാൽ ഫങ്ഷന് റെക്കോർഡിങ് ആൻഡ് പ്രോസസ്സിങ് സെൻസറി ഡാറ്റ. നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളോടെ വരുന്ന ഇൻഫോർമേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, കാണുകയും കേൾക്കുകയും അറിയുകയൊക്കെ ചെയ്യുന്ന ഈ ഡാറ്റാസ് റെക്കോർഡ് ചെയ്യുക എന്നതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള പണി. അതായത് റെക്കോർഡിംഗ് ആൻഡ് പ്രോസസ്സിങ്. ഇത് നോക്കി വെക്കണം കേട്ടോ. നമ്മുടെ എപ്പോഴും നെറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നെറ്റിന് വരുന്ന ചോദ്യങ്ങളുടെ ഓപ്ഷൻസ് അതെന്തെങ്കിലും ഒരു ഓപ്ഷൻ ആയിരിക്കില്ല, അത് വേറെ എന്തെങ്കിലും ഒരു തിയറിയുമായി കണക്ട് ചെയ്യപ്പെട്ട ഓപ്ഷൻ ആയിരിക്കും. ശരി ഉത്തരം തെറ്റുത്തരം നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു സാധനം എക്സിസ്റ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ PSC എക്സാമൊക്കെ എഴുതുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണും, ശരി ഉത്തരം മാത്രമേ ചിലപ്പോൾ കറക്റ്റായിട്ടുണ്ടാവുള്ളൂ, തെറ്റുത്തരങ്ങളൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും മണ്ടത്തരങ്ങളായിരിക്കും. അപ്പോൾ നമുക്ക് വേഗം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആൻസറിലേക്ക് എത്താനൊക്കെ പറ്റും. ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുകയും ചെയ്യും. ഇവിടെ നമ്മൾ എല്ലാ ഓപ്ഷൻസും എന്തെങ്കിലും ഒരു തിയറി ആയതുകൊണ്ട് തന്നെ ആ തിയറികൾ ഓൾറെഡി നമുക്ക് അറിയുമെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇതിൽ എന്താണ്, റെക്കോർഡിംഗ് ആൻഡ് പ്രോസസ്സിങ് സെൻസറി ഡാറ്റ. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ഒരു കണ്ണിലൂടെയും ചെവിയിലൂടെയും ശരീരത്തിലൂടെയൊക്കെ ഇൻഫോർമേഷൻസ് എന്ത് ചെയ്യും, നമ്മളെ ഉള്ളിലേക്ക് വരുന്നു. അതെന്ത് ചെയ്യും, ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്യുന്നു. അത് പിന്നെ എന്ത് ചെയ്യും, നമ്മളെ എന്താണ് ചിന്തകളായിട്ടും
തോട്ട്സുകളായിട്ടും സംശയമൊക്കെ ആയിട്ട് എന്ത് ചെയ്യാണ്, അത് ഡെവലപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഈ മന എന്ന് പറയുന്ന പാർട്സിൽ നിന്നാണ്. നമുക്ക് സിമ്പിളായിട്ട് പറയുന്ന ഒരു കുറച്ചും കൂടെ എക്സ്പ്ലനേഷൻ പറയുകയാണെങ്കിൽ, ഇറ്റ് റിസീവ്സ്, ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇത് സെൻറ്റൻസ് ഇവിടെ എഴുതാൻ കാരണം ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ടേംസ് ഇതിൽ വരുന്നുണ്ട്, അതുകൊണ്ടാണ്. റിസീവ്സ് raw inputs from your eyes, അതുപോലെ തന്നെ ഇയേഴ്സ്, സ്കിൻ ആൻഡ് സ്കിൻ, വേറെയും കുറേ ഉണ്ട്, പഞ്ചേന്ദ്രിയങ്ങളുണ്ടല്ലോ, സ്കിൻസ് ആൻഡ് കോർഡിനേറ്റ്സ് your basic desire and immediate behavioral reactions. ഇത് എന്താണ്, ഓക്കെ. അപ്പോൾ നമ്മൾ പഞ്ചേന്ദ്രിയങ്ങൾ കാര്യങ്ങൾ ചുറ്റുപാടുള്ള കാര്യങ്ങൾ കാണുക, കേൾക്കുക ചെയ്യുന്നു, അത് നമ്മളെ കോർഡിനേറ്റ് ചെയ്യുന്നു, അത് നമ്മളെ ബിഹേവിയറിലേക്ക് എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു. അപ്പം മന എന്ന് പറഞ്ഞാൽ എന്താണ്, ശരിക്കും എന്തല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിൽ പറയുന്ന പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഡിവിജ്വേഷനുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റ് അല്ല. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് നോക്കണം. ഓക്കെ, ഇവിടെ ഇവിടെ ഒരു കാര്യം മെയിൻ പോയിന്റ് പറയാൻ മറന്നു. ഇവിടെ നമ്മൾ മൈൻഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താ വെച്ചാൽ ഡൗട്ട്, അതുപോലെ തന്നെ തോട്ട്സ്. ഇതിനെ വേർതിരിച്ച് മനസ്സിലാക്കാൻ ഈ ഭാഗം സഹായിക്കുന്നു. ഡൗട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ രണ്ട് കൺസെപ്റ്റുകളാണുള്ളത്. ഒന്ന് സങ്കല്പം, താഴെ ഇതാ സങ്കല്പം ആൻഡ് വികൽപ്പ. രണ്ടിനെ വേർതിരിച്ച് ഡിഫൈൻ ചെയ്യാൻ ഈ മനസ്സ് സഹായിക്കുന്നു. രണ്ടാമതായിട്ട്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് മനസ്സ് പറഞ്ഞു, രണ്ടാമത്തായിട്ട് അഹങ്കാർ. അഹങ്കാറിന് ഇതാണ് നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്, ദ ഈഗോ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഡിവിജ്വേഷൻ. ക്വസ്റ്റ്യനിൽ വരുന്ന ഇൻഡിവിജ്വേഷൻ ആണ്. ഇതിൻ്റെ മെയിൻ ഫസ്റ്റ് ഫങ്ഷൻ എന്നതുകൊണ്ട് ഫങ്ഷന് നമ്മുടെ ഐഡൻറ്റിറ്റി സെൽഫ് മേക്കർ, അതായത് ഞാൻ എന്ന ഭാവം ഉണ്ടാക്കുക, എൻ്റേത്, ഞാൻ, എൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ പെർസെപ്ഷൻ ഉണ്ടാക്കുന്നതിനാണ് എന്ത് പറയാം, അഹങ്കാർ എന്ന് പറയാം. ക്രിയേറ്റിംഗ് ഐഡൻറ്റിറ്റി ആൻഡ് ഓണർഷിപ്പ്. അവിടെ രണ്ട് കൺസെപ്റ്റുകൾ പറയാനുണ്ട്. ഒന്ന് ഞാനും ഒന്ന് എൻ്റേതുമാണ്. ഞാൻ എന്ന് പറഞ്ഞാൽ സെൽഫാണ്. ഓക്കെ, എൻ്റേതെന്ന് പറഞ്ഞാൽ എൻ്റെ ചുറ്റുപാടുള്ള സാധനങ്ങൾ, എൻ്റെ വീട്, എൻ്റെ ലാപ്ടോപ്പ്, എൻ്റെ ഫോണ്, ഇങ്ങനെയുള്ളൊക്കെ ഒരു പെർസെപ്ഷൻ ഉണ്ടാക്കുകയാണ്. അപ്പോൾ എൻ്റേത് ഞാൻ, ഇപ്പോൾ എൻ്റേത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് സങ്കടം ഉണ്ടാവും, അങ്ങനെയൊക്കെ കുറേ ഉണ്ടല്ലോ. അപ്പോൾ ഇത് ഞാൻ എൻ്റേത് എന്ന കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു കൺസെപ്റ്റ്. ഇതിൻ്റെ മീനിങ് പറയുന്നത് എന്താണ്, ദ ഐ മേക്കർ
എന്നാണ്. ദ ഐ അല്ലെങ്കിൽ സെൽഫ് മേക്കർ. ഇവിടെ 2 കൺസെപ്റ്റുകൾ. അഹം എന്ന് പറഞ്ഞാൽ ഐ എന്നാണ് അർത്ഥം. അഹം, ഞാൻ. ഐ. കര അല്ലെങ്കിൽ കാര എന്ന് പറഞ്ഞാൽ മേക്കർ എന്നാണ്. ഇവിടെ ശരിക്ക് നമ്മൾ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? ഈ അഹങ്കാർ എന്നതാണ് കേട്ടോ. ഇനി അടുത്തതിലേക്ക് നമുക്ക് പോവാം. അടുത്ത കൺസെപ്റ്റും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. 3ാമത്തത് ബുദ്ധി. ബുദ്ധി എന്ന് പറഞ്ഞാൽ ദ ഇൻ്റലക്റ്റ് ഓർ ഹയർ മൈൻഡ്. ദ ഇൻ്റലക്റ്റ് ഓർ ഹയർ മൈൻഡ്. ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ഡിസൈഡിങ്, ജഡ്ജിങ്, ഡിസ്ക്രിമിനേറ്റിംഗ്. അതായത് നമ്മൾ ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക, കാര്യങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മളെ മുമ്പിൽ ഭക്ഷണം വെച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരു വസ്തുവും, കല്ല്, പാറ, അങ്ങനെ എന്തൊക്കെയോ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കഴിക്കാൻ പറ്റുന്ന ഭക്ഷണവും കഴിക്കാൻ പറ്റാത്ത വസ്തുക്കളും നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കുന്നുണ്ടല്ലോ. പ്ലേറ്റിലാണ് ഭക്ഷണം വെച്ചിട്ടുള്ളത്. അപ്പോൾ പ്ലേറ്റ് കഴിക്കാൻ പറ്റാത്തതും ഭക്ഷണം കഴിക്കാൻ പറ്റുന്നതുമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ടല്ലോ. ഇത് ശരിക്കും നമ്മൾ ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് തിരിച്ചറിയുന്നത്. നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്, നമ്മൾ തീരുമാനിക്കുന്നത്, ജഡ്ജ് ചെയ്യുന്നത്, ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ എന്തിൻ്റെ ബേസിലാണ്? നമ്മുടെ ബുദ്ധിയുടെ ബേസിലാണ്. അപ്പോൾ അതുകൊണ്ട് പറയുകയാണെങ്കിൽ ഡിസൈഡിങ്, ജഡ്ജിങ്, ആൻഡ് ഡിസ്ക്രിമിനേറ്റിംഗ്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഇത് ഹയസ്റ്റ് ഫാക്കൽറ്റി ഓഫ് മൈൻഡാണ്. മനസ്സിൻ്റെ ഏറ്റവും ഉയർന്ന ഭാഗമാണിത്. മൈൻഡിനെ 3 ഭാഗങ്ങളാക്കിയതാണല്ലോ. അതിൽ ഏറ്റവും ഉയർന്ന ഭാഗമാണിത്, ഹയസ്റ്റ് ഫാക്കൽറ്റി ഓഫ് ദ മൈൻഡ്. ഒരു സമയത്ത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അഹങ്കാരം ഒരു കാര്യം പറഞ്ഞു എന്ന് കരുതുക, ഒരു ഓണർഷിപ്പ് പറയുക. ബുദ്ധി അതിനെന്ത് ചെയ്യും? ജഡ്ജ് ചെയ്തിട്ട് ഫൈനൽ ഡിസിഷനിലേക്ക് എത്തും. ഇപ്പം ഞാൻ പറയാണ്, ഇപ്പോൾ ഒരാൾ എന്നെ ആക്രമിച്ചു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഞാൻ അതിനെ തിരിച്ച് പറയണം. അപ്പോൾ അയാളെ തിരിച്ചടിക്കണം. എന്നെ അയാൾ ഇൻസൾട്ട് ചെയ്തു, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? അയാളെ തിരിച്ച് ഇൻസൾട്ട് ചെയ്യണം എന്ന് അഹങ്കാരം എന്നോട് പറയുകയാണെങ്കിൽ, അപ്പോൾ അവിടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും? ചിന്തിക്കും. അതിൻ്റെ വരും വരായികളൊക്കെ ചിന്തിച്ച് ജഡ്ജ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ഒരു ആക്ഷൻ എടുക്കുന്നത് ബുദ്ധിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് പറയാം, ഇങ്ങനെ എഴുതാം. വൺസ് അഹങ്കാർ ക്ലെയിംസ് ഓണർഷിപ്പ് ഓഫ് an experience, ബുദ്ധി ജഡ്ജ് ഇറ്റ് റീസൺ ത്രൂ ഇറ്റ്,
retain memories, and make final decision. അപ്പോൾ നമ്മൾ ബുദ്ധി, അഹങ്കാരം ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ്, ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ യുക്തിയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഫൈനൽ ഡിസിഷനിലേക്ക് എത്തുക. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 3 ഭാഗങ്ങൾ എന്തിനുണ്ട് മനസ്സിന്. ഇവിടെ യോഗ ഫിലോസഫി അല്ലെങ്കിൽ യോഗ ട്രഡീഷൻ പറയുന്നത് മൈൻഡ് ഒരു സിംഗിൾ പോയിൻ്റ് അല്ല, അത് ശരിക്കും 3 ഭാഗങ്ങൾ കൂടിയതാണ്. ഒന്നെന്താണ്, ബുദ്ധിയാണ്, മറ്റൊന്ന് അഹങ്കാരമാണ്, മറ്റൊന്ന് മനസ്സാണ്. ഈ 3 എണ്ണമാണ് ഇതിൽ വരുന്നത്. ഇതിൽ ചോദ്യം ചോദിച്ചിട്ടുള്ളത് എന്താണ്, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഡിവിജ്വേഷനുമായി ഇൻഡിവിജ്വേഷൻ പറയുന്ന മൈൻഡിൻ്റെ ഭാഗം ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ മൊത്തം ഈ 3 ഭാഗങ്ങളെ സിത്ത എന്ന് പറയുന്നു. 3 ലെവൽസിനെ സിത്ത എന്നാണ് പറയാമെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്, ചോദ്യത്തിൽ തന്നെ കൊടുത്തതാണ്. ഇതിന് എന്താണ് മറ്റൊരു ഓക്കെ, ഇതിന് സിത്ത എന്ന് പറയാറുണ്ട്. 3 ലെവൽസ് ഉണ്ട്. ഒന്ന് മനസ്സാണ്. മനസ്സെന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, നമ്മളെ ഫിസിക്കൽ ബോഡിയുമായി കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഭാഗമാണ്. നമ്മളെ ചുറ്റുപാടും കാണുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് വെച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നതൊക്കെ ഈ മനസ്സിൻ്റെ ബേസിലാണ്. നമ്മൾ കാണുക, കേൾക്കുക, അറിയാം, ഇതിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യും, മൈൻഡ് കോർഡിനേറ്റ് ചെയ്യുന്നു. അതിനനുസരിച്ച് നമ്മളെ ബിഹേവിയർ വരുന്നു. രണ്ടാമത്തെ അഹങ്കാരമാണ്. അഹങ്കാരം എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ഈഗോ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഡിവിജ്വേഷനുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ സെൽഫ് ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഭാഗത്ത് നിന്നാണെന്നാണ് യോഗ ഫിലോസഫി പറയുന്നത്. അതായത് ഞാൻ എൻ്റേത് എന്ന പെർസെപ്ഷനൊക്കെ രൂപപ്പെടുന്നത് ഈ അഹങ്കാരത്തിൽ നിന്നാണ്. എൻ്റെ പെന്ന്, എൻ്റെ ക്ലാസ്, എൻ്റെ ബുക്ക്, ഞാൻ അധ്യാപകനാണ്, ഞാൻ ഡ്രൈവറാണ്, ഡോക്ടറാണ് എന്നൊക്കെ പറയും. ഈ സെൽഫ് ഡെവലപ്പ് ചെയ്യുന്നത് എന്തിൽ വരുന്ന അഹങ്കാർ എന്ന കൺസെപ്റ്റിനാണ് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഡീപ്പായിട്ട് കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ ഈ ഭാഗം മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ. ഇനി അടുത്ത ചോദ്യങ്ങൾ വരുന്ന സമയത്ത് കൂടുതൽ കാര്യങ്ങൾ പറയും. ഇവിടെ ഐ മേക്കർ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അഹങ്കാരം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐ മേക്കറാണ്. ഐ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സെൽഫാണ്. സെൽഫ്, ഞാൻ എന്ന ബോധത്തിനാണ് ഇവിടെ ഐ എന്ന് പറയുന്നത്. ഇതിൽ തന്നെ 2 തരത്തിലുള്ള സെൽഫുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അത് പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇവിടെ അഹം, ഐ എന്ന വാക്കിനർത്ഥം അഹം എന്നാണ്. കാര എന്ന വാക്കിനർത്ഥം മേക്കർ എന്നാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം, ഈ അഹങ്കാരവുമായി ബന്ധപ്പെട്ട ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കാറ് ഹോൺ അടിക്കുന്നത് ഇങ്ങനെ കേട്ടുന്നത് ഭയങ്കരമായിട്ട് വീട്ടിൻ്റെ മുന്നിൽ നിന്നൊരു കാറ് നന്നായിട്ട് ഹോൺ അടിക്കുന്നുണ്ട്. അപ്പോൾ കാറിൻ്റെ ഹോൺ, ഇപ്പം നമ്മൾ മന എന്ന ഭാഗത്തിൽ എന്ത് ചെയ്യും, ഈ കാറിൻ്റെ ശബ്ദം കേൾക്കും, അത് നമ്മൾ തിരിച്ചറിയും കാറിൻ്റെ ഹോണാണ്. അഹങ്കാർ എന്ന ഭാഗത്തിലേക്ക് എത്തുന്ന സമയത്ത് ഈ മനസ്സിലാക്കൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ആ കാറ്, ഹോൺ അടിക്കുന്ന കാറ് എന്നെ വല്ലാതായി ശല്യം ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ പറയും, അത് എൻ്റെ കാറാണ്, അല്ലെങ്കിൽ അത് എൻ്റെ കാറല്ല എന്നൊക്കെ. ഞാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പെർസെപ്ഷൻ അഹങ്കാരത്തിലാണ് എന്ത് ചെയ്യുക, രൂപപ്പെടുക. ഒരു ഫസ്റ്റ് മന എന്ന് പറയുമ്പോൾ ശരിക്കും കാർ ഹോൺ അടിക്കുന്ന സമയത്ത് ആ ശബ്ദം നമ്മളെ ചെവിയിൽ കേൾക്കുന്നു. ആ കേട്ട ശബ്ദം കാറിൻ്റേതാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ഇതൊക്കെ മനസ്സിൽ വരുന്നതാണ്. രണ്ടാമത്തെ ഘട്ടത്തിലാണ് അഹങ്കാർ എന്ന് പറയുന്നത് നമ്മളുമായി കണക്ട് ചെയ്യാണ്. നമ്മൾ കാണുന്ന, കേൾക്കുന്ന, അറിയുന്ന വാക്കുകളൊക്കെ നമ്മളുമായി കണക്ട് ചെയ്യാണ് അഹങ്കാരം ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു കാറിൻ്റെ സൗണ്ട്, എൻ്റെ വീടിൻ്റെ മുന്നിൽ കാറിൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം മനസ്സ് ത്രൂ എന്ത് ചെയ്തിട്ടുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കി, അതൊരു കാറാണെന്ന് മനസ്സിലാക്കി. രണ്ടാമത്തെ ഘട്ടത്തിൽ എന്ത് ചെയ്തു, അഹങ്കാർ എന്ന ഭാഗം വരുമ്പോൾ ഈഗോ ഡെവലപ്പ് ചെയ്യും. അത് എൻ്റെ കാറാണ്, അല്ലെങ്കിൽ അത് എൻ്റെ കാറല്ലല്ലോ, അല്ലെങ്കിൽ ആ കാർ എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, എനിക്ക് ഭയങ്കര ഉറക്കം കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനുമായി കണക്ട് ചെയ്യുന്നൊരു വാക്ക് പെർസെപ്ഷൻ ഡെവലപ്പ് ചെയ്യുന്ന അഹങ്കാറിലാണ്. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഡിവിജ്വേഷൻ എന്ന് പറയുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം
അഹങ്കാർ ആയത്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് അപ്പോൾ ആൻസർ എന്താണ്? അഹങ്കാർ എന്നതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. പിന്നെ അടുത്തത്, അത് കഴിഞ്ഞ് ഈ അഹങ്കാർ വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ബുദ്ധി എന്ത് ചെയ്യും? ബുദ്ധിയിലേക്ക് ഇൻഫോർമേഷൻ പോവും. ബുദ്ധിയുടെ ഇൻഫോർമേഷൻ പോകുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഹയസ്റ്റ് ഫാക്കൽറ്റി ഓഫ് മൈൻഡാണ്, മൈൻഡിൻ്റെ ഏറ്റവും ഉയർന്ന പദവിയിൽ നിൽക്കുന്ന സ്ഥാനം നിൽക്കുന്ന ഭാഗമാണ് ബുദ്ധി എന്ന് പറയുന്നത്. അഹങ്കാരം ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ബുദ്ധി ഉപയോഗിച്ച് ജഡ്ജ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യാം? ഫൈനൽ ഡിസിഷനിലേക്ക് എടുത്തുക. ഈ ചില സാഹചര്യങ്ങൾ ബുദ്ധി പ്രവർത്തിക്കാതിരിക്കുന്ന സമയത്ത് മനുഷ്യൻ്റെ പലതരത്തിലുള്ള ബിഹേവിയറുകൾ, അഹങ്കാരം എന്ത് ചെയ്യും? നെഗറ്റീവ് ബിഹേവിയർ, അൺഎഫക്റ്റീവ് ആയിട്ടുള്ള, മറ്റുള്ള ആൾക്കാരെ പ്രയാസപ്പെടുത്തുന്ന രീതിയിലുള്ള ബിഹേവിയറൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിൽ വരുന്നതാണ്. പിന്നെ മറ്റു ഒരു ഓക്കെ, ഇതാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് അഹങ്കാർ എന്നതാണ് ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അഹങ്കാർ. അപ്പോൾ ഇത്രയാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിൻ്റെ ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? നാളെ മോർണിംഗ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതിലൊക്കെ ഒരുപാട് ടേംസ് വരാറുണ്ട്. പ്രത്യേകിച്ച് ഈ ഫസ്റ്റ് യൂണിറ്റിൽ കുറച്ചും കൂടെ ഇൻഡെപ്ത് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ കാര്യം ചോദിക്കുന്നുണ്ടാവാം. എന്താണ് ഈസ്റ്റേൺ സൈക്കോളജിയുമായി ബന്ധപ്പെട്ടുള്ള ഫിലോസഫിക്കലായിട്ടുള്ള കൺസെപ്റ്റുകളൊക്കെ ധാരാളം ചോദിക്കാറുണ്ട്. 10 മാർക്കിൻ്റെ ചോദ്യങ്ങൾ എല്ലാ യൂണിറ്റിൽ നിന്നും പ്രതീക്ഷിക്കാം, ഇതിൽ നിന്നും പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ സെഷൻ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.